വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ടോപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറഞ്ഞാല് ഇതിൽ ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരച്ചിട്ടുള്ള ഈ ലൈനിനെയാണ് ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു സ്ഥലത്തും ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കരുത്, താഴത്തേക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കരുത്. എപ്പോഴും ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു സാധനമാവും ഇലക്ട്രിക് പോസ്റ്റ്. ഇങ്ങനെ കുത്തനെയാണ് വരക്കേണ്ടത്. ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വര വരക്കുക, ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വര വരക്കുക. ഇത് എന്തെങ്കിലും പണി ഉണ്ടോ? ബുദ്ധിമുട്ടുണ്ടാവും. ഇനി 2 വയേഴ്സ് എന്ന് പറഞ്ഞാല് 2 വയറുകൾ എന്നാണ് മീനിങ്. വയറല്ല, 2 വയറില്ല, ഇതിന്റെ ഉള്ളിലുള്ള വയറ് ആ വയറാണ്, അല്ലാതെ ഈ വയറല്ല. 2 വയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വയറുണ്ട്, ഒരു വയർ. പിന്നെ അടുത്തത് എന്താണ്? വേറൊരു വയറുണ്ട്. എയ്തർ സൈഡ് നമ്മുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 2 വയറും കൂടി ഒരു സൈഡിലല്ല. എയ്തർ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും വേറെ വേറെ സൈഡിലാണ്, ഒന്ന് മറ്റേ സൈഡിലാണ്, ഒന്നും വേറെ സൈഡിലാണ്. മനസ്സിലായോ? എയ്തർ സൈഡ് എന്ന് പറഞ്ഞാൽ 2 വയറുകൾ വേറെ സൈഡിൽ വെക്കുന്നു. മനസ്സിലായോ? വയർ എന്ന് പറഞ്ഞാൽ എന്ത് വയറാ? ഇങ്ങനത്തെ ഇതിന്റെ ഉള്ളിലുള്ള വയറില്ലേ, ആ വയറ്, അല്ലെങ്കിൽ ഒരു കയറ് എന്നുള്ള മീനിങ് ആണ്. ഒരു വയറ് ഈ സൈഡിലാണ്, മറ്റേ വയറ് മറ്റേ സൈഡിലാണ്. എയ്തർ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? 2 സൈഡിലും ഒന്ന് 50 ഡിഗ്രി, മറ്റേത് 45 ഡിഗ്രി. ഇത് വരക്കാൻ അറിയാത്ത ആരെങ്കിലും ഈ ലോകത്ത് ഉണ്ടാവുമോ? ഉണ്ടാവും, നിങ്ങള് അല്ലാത്ത വേറെ ആരും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇനി ചെയ്യേണ്ടത് ഇതാണ്. നേരെ നോക്കിയിരുന്നോളൂ. ഇതില് ഈ ഹൈ ഫിഗർ വരക്കാനാണ് 1 മാർക്ക്. ഈ മാർക്ക് നിങ്ങൾക്ക് കിട്ടുമോ? ഇനി ഇതിന്റെ ഈ ഹൈറ്റ് ആണ് കാണേണ്ടത്. ഹൈറ്റ് കാണാൻ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് സാറേ ഷോർട്ട് കട്ടിൽ ഹൈറ്റ് കാണുക, എങ്ങനെയാണ് സാറേ ഷോർട്ട് കട്ടിൽ ഹൈറ്റ് കാണുക. ഹൈറ്റ് കാണാൻ നിങ്ങൾ ചെയ്യേണ്ട വെരി സിമ്പിൾ ബട്ട് പവർഫുൾ മെത്തേഡ് ഇതാണ്. ഹൈറ്റ് ആണ് കാണണമെങ്കിൽ എച്ചിന് എഴുതുക. ഹൈറ്റിന് പിന്നെ എച്ച് എന്നല്ലാതെ വേറെ എന്താ പറയുക? എച്ചിന് എഴുതുക. ബുദ്ധിമുട്ടില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ നീട്ടിയൊരു വര വരക്കുക, ഒരു ബൈ എന്നുള്ളൊരു വര വരക്കുക. എന്നിട്ട് ഈ 2 വയറുകൾ തമ്മിൽ 30 മീറ്റർ എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 30 ഇല്ലേ? ഈ 2 വയറുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് 30 എന്ന് തന്നിട്ടുണ്ട്. ആ 30 അതേപോലെ എഴുതുക. പടിഞ്ഞോ. എന്നിട്ട് ഇവിടെ ഇൻഡു ഇവിടെ ഉള്ള ഈ മെഷർ ഇല്ലേ, അത് അതേപോലെ എഴുതുക. tan 50. പിന്നെ അടുത്തത് ഏതാ? tan 40. എപ്പോഴും ഈ ഇടിമന്തുകളായിട്ട് tan 40 ആദ്യം എഴുതി വെച്ചാൽ ചിലപ്പോൾ അടിയിൽ വരുമ്പോ പ്രശ്നം വരും. എപ്പോഴും വലുത് ആദ്യം എഴുതിക്കോളുണ്ട് കേട്ടോ. ആദ്യം 50 40 തന്നാ ആദ്യം 50 എഴുതുക, പിന്നെ 40 എഴുതുക. ഇനി അതിന്റെ താഴെ നീ തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില മെത്തേഡിലെ 45 എഴുതുക. ചില ക്വസ്റ്റ്യനിൽ എന്ത് വരുന്നുണ്ടെന്ന് അറിയോ? ചില ക്വസ്റ്റ്യനിൽ മൈനസ് വരുന്നുണ്ട്. ഒരേ സൈഡിലാവുമ്പോ മൈനസാ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ tan 50 പ്ലസ് tan 45 ഇത് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 4 മാർക്കാണ്. അപ്പൊ നിങ്ങളെ പേടി ഇതായിരിക്കും, ഈ tan 50 ഒക്കെ എവിടുന്നാ കിട്ടുക? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് നോണുണ്ടാക്കി എഴുതൊന്നും വേണ്ട. tan 50 അതിൽ എത്രയിലും തന്നിട്ടുണ്ടാവും? 1.19 tan 45 ഒന്ന് വായിച്ചു നോക്കി എത്രയാണ്? tan 45 പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1. tan 50 വീണ്ടും 1.19 പ്ലസ് tan 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്? tan 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. 30 × 1.9 × 1 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 35.7 കിട്ടും. ബൈ 1.19 1 ആഡ് ചെയ്താൽ എത്ര? 2.19 കിട്ടും. ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ 16.3 കിട്ടും. ഇനി ഇതുവരെ ചെയ്താലും 4 മാർക്കിലെ നിങ്ങൾക്ക് ഒരു 3 മാർക്കൊക്കെ കിട്ടും. ഡിവൈഡ് ചെയ്യാൻ അറിയാത്തവരെ ഒന്നും ചെയ്യാല്ല, ദുആ ചെയ്യുക.